നമസ്കാരം. 9ാം ക്ലാസ്സിൻ്റെ സിലബസ് മാറിയിട്ടുണ്ടല്ലോ, സ്റ്റേറ്റ് SCERTയുടെ. അപ്പോൾ അതിലത്തെ മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും പേജ് നമ്പർ 10 എടുത്തോളൂ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പേജ് നമ്പർ 10, പെയേഴ്സ് ഓഫ് ഇക്വേഷൻ ആണ് ചാപ്റ്ററിൻ്റെ പേര്. പ്രിയ ബോട്ട് എ ബാഗ് ആൻഡ് എ പെയർ ഓഫ് സ്ലിപ്പേഴ്സ് ഫോർ 1100 rupees. പ്രിയ ഒരു ബാഗും ചെരുപ്പും 1100 രൂപയ്ക്ക് വാങ്ങിച്ചു. ബാഗ് കോസ്റ്റ് 300 rupees മോർ ദാൻ സ്ലിപ്പേഴ്സ്. സ്ലിപ്പേഴ്സിനേക്കാളും കൂടുതൽ, മോർ പറഞ്ഞാൽ കൂടുതൽ, ബാഗിന് 300 രൂപ കൂടുതലാണ്. വാട്ട് ഈസ് പ്രൈസ് ഓഫ് സ്ലിപ്പേഴ്സ് ആൻഡ് ദ പ്രൈസ് ഓഫ് ദി ബാഗ്. സ്ലിപ്പേഴ്സിൻ്റെയും ബാഗിൻ്റെയും സെപ്പറേറ്റ് വിലയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബാഗിന് 300 രൂപ കൂടുതലാണ്, സ്ലിപ്പേഴ്സിൻ്റെ കുറവാണ്. സ്ലിപ്പേഴ്സിന് നമുക്ക് എക്സ് എന്ന് എടുത്താൽ ബാഗിൻ്റെ വില എങ്ങനെ എടുക്കാം? എക്സ് പ്ലസ് 300. ഇത് രണ്ടും കൂട്ടിയാൽ എത്ര വരും? 1100. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്തു നോക്കാം. ലെറ്റ് കോസ്റ്റ് ഓഫ് സ്ലിപ്പേഴ്സിൻ്റെ അല്ലേ കുറവ്, അപ്പോൾ നമുക്ക് സ്ലിപ്പേഴ്സിൻ്റെ എക്സ് എടുക്കാം. കോസ്റ്റ് ഓഫ് സ്ലിപ്പേഴ്സ് എക്സ് എന്ന് എടുക്കാം. അപ്പോൾ കോസ്റ്റ് ഓഫ് ബാഗ് എത്ര വരും? കോസ്റ്റ് ഓഫ് ബാഗ് പറഞ്ഞിട്ടുണ്ട് 300 rupees കൂടുതലാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം? എക്സ് പ്ലസ് 300 എന്ന് എടുക്കാം. ഇനി ഇത് രണ്ടും കൂട്ടിയാൽ എത്ര വരണം? ബാഗിൻ്റെയും സ്ലിപ്പേഴ്സിൻ്റെയും വില തമ്മിൽ കൂട്ടിയാൽ 1100 വരണം. അപ്പോൾ എക്സ് പ്ലസ് 300 സമം 1100. എക്സ് പറഞ്ഞാൽ 1x ആണ്, ഇവിടെയും 1x ആണ്. 1xും 1xും കൂടിയാൽ 2x പ്ലസ് 300 ആണ് 1100. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാനായിട്ട് എക്സിൻ്റെ കൂടെയുള്ള ആൾക്കാരെ എല്ലാം മാറ്റണം. ആദ്യം 300നെ മാറ്റാം, പിന്നെ 2 ഇൻറ്റു ആയിട്ട് 2x ഉണ്ട്, അപ്പോൾ ആ 2നെ മാറ്റണം. അപ്പോഴാണ് നമുക്ക് എക്സ് കണ്ടുപിടിക്കലാണ് ഈ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസിലും കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിപ്പോൾ 2xനെ മാത്രമായിട്ട് എടുക്കാം. ഈ RHSലുള്ള 1100 അല്ലെങ്കിൽ 1100 അങ്ങനെ തന്നെ എടുത്തെഴുതുക. ഇവിടെയല്ല പ്ലസ്സിന് LHSലുള്ള പ്ലസ് 300 ഇങ്ങോട്ട് വരുമ്പോൾ എങ്ങനെയാവും? ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ, പ്ലസിൻ്റെ ഓപ്പോസിറ്റ് സൈൻ എന്താ? മൈനസ്. 1100 മൈനസ് 300 എത്രയാണ്? 1100 മൈനസ് 300 കുറയ്ക്കാം. 0 ന് 0 0, 0 ന് 0 0, 1 ന് 3 പോവില്ല. അപ്പോൾ കട എടുക്കേണ്ടി വരും. 1 0 ആയി, ഈ 1 11 ആയി. അപ്പോൾ 800 കിട്ടി അതിൻ്റെ. അപ്പോൾ 800 രൂപ. 2 ഇൻറ്റു എക്സ് ആണ് 800. അപ്പോൾ നമുക്ക് എക്സ് മാത്രമായിട്ട് വേണം. അപ്പോൾ എങ്ങനെ കിട്ടും? ഈ 800 RHSലുള്ള അങ്ങനെ തന്നെ താഴത്തേക്ക് എടുത്തെഴുതാം. പക്ഷേ ഇൻറ്റു ആയിട്ടുള്ളത് 2 ഇവിടെ വരുമ്പോൾ എങ്ങനെയാവും? ഡിവൈഡ് ബൈ 2. അപ്പോൾ എത്രയായി? 800 ഡിവൈഡ് ബൈ 2 400. അപ്പോൾ നമുക്ക് കിട്ടി കോസ്റ്റ് ഓഫ് സ്ലിപ്പേഴ്സ്. എക്സ് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് സ്ലിപ്പേഴ്സ് ആണല്ലോ. കോസ്റ്റ് ഓഫ് സ്ലിപ്പേഴ്സ് 400 rupees കിട്ടി. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ബാഗ് എത്രയായിരിക്കും? 300 rupee കൂടുതലാണ് ബാഗിൻ്റെ വില. അപ്പോൾ 300 പ്ലസ് 400 എത്രയായി? ₹700. അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടി. നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. രണ്ടും കൂടിയാൽ നമുക്കറിയാം 400 700 കൂടിയാൽ എത്രയായി? 1100 രൂപ. അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യൻ 2 കാണാം. ക്വസ്റ്റ്യൻ 2ലേക്ക് നോക്കാം. ക്വസ്റ്റ്യൻ 2, the sum of two numbers is 26 and their difference is 4. രണ്ടെണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ സം പറഞ്ഞാൽ പ്ലസ്, രണ്ട് നമ്പേഴ്സ് പ്ലസ് ചെയ്താൽ 26, അതിൻ്റെ വ്യത്യാസം 4. വാട്ട് ആർ ദ നമ്പേഴ്സ്? ഈ നമ്പേഴ്സ് കണ്ടുപിടിക്കുകയാണ് നമുക്ക് ചെയ്യേണ്ടത്. നമുക്ക് ആൻസറിലേക്ക് പോവാം. ആൻസർ 2, രണ്ട് നമ്പേഴ്സ് നമുക്ക് ഇഷ്ടമുള്ള ലെറ്റേഴ്സ് എടുക്കാം. എക്സും വൈ ആണ് സാധാരണ എടുക്കാറുള്ളത്. എക്സ്, ഒരു നമ്പർ എക്സ് ആണെന്ന് വയ്ക്കാം, രണ്ടാമത്തെ നമ്പർ വൈ ആണെന്ന് വയ്ക്കാം. അത് രണ്ടും കൂട്ടിയാൽ എത്രയാണ് തന്നിരിക്കുന്നത്? 26 ആണ് ആൻസർ. 26. ഇതിന് നമുക്ക് ഇക്വേഷൻ 1 എന്ന് പേരിട്ട് കൊടുക്കാം. 1. ഇനി ഡിഫറൻസ് ആണ് 4. അപ്പോൾ ഡിഫറൻസ് പറഞ്ഞാൽ എന്താ അർത്ഥം? വ്യത്യാസം. മൈനസ് വേണം ഡിഫറൻസ് പറഞ്ഞാൽ. വൈ, രണ്ട് നമ്പർ തമ്മിലുള്ള വ്യത്യാസമാണ് 4. ഇതിന് നമുക്ക് ഇക്വേഷൻ 2 എന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്നില്ലെങ്കിൽ കുറയ്ക്കാം, 1ൽ നിന്ന് 2 കുറയ്ക്കാം, അപ്പോൾ എക്സ് പോകും. അല്ലെങ്കിൽ നമുക്ക് ഇത് രണ്ടും കൂടി കൂട്ടാം. പ്ലസ് വൈ നിങ്ങൾക്കറിയാം, പ്ലസ് വൈയും മൈനസ് വൈയും കൂട്ടിയാൽ 0 അപ്പോൾ വൈ അങ്ങനെ കളഞ്ഞെടുക്കാം. 1 മാത്രമായാലും പിന്നെ ആൻസർ കിട്ടും, എളുപ്പമാണ് കിട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം?
1 + 2 ഇക്വേഷൻ 1 + ഇക്വേഷൻ 2 എന്താ നോക്കാം. ഇക്വേഷൻ 1 + ഇക്വേഷൻ 2 എക്സും എക്സും കൂട്ടിയാൽ എത്രയായി? 1x-ഉം 1x-ഉം എത്രയായി? 2x പ്ലസ് വൈയും മൈനസ് വൈ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായി? 0 സമം 26നോടുകൂടി 4 കൂട്ടുക. 6 4 10 1 2 3 30. 2x നമുക്ക് കിട്ടി. 2 × x ആണ് 30. അപ്പോൾ അങ്ങനെ എക്സ് കണ്ടുപിടിക്കാം. ഇൻറ്റു ആയിട്ടുള്ളത് മാറ്റാൻ എന്ത് ചെയ്യണം? നമുക്ക് ഡിവൈഡ് ചെയ്താൽ മതി. RHSലുള്ള 30 അങ്ങനെ തന്നെ എടുത്തെഴുതുക. ഡിവൈഡ് ബൈ 2 ഇങ്ങനെ ഡിവൈഡ് ചെയ്താൽ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, രണ്ടും സെയിം തന്നെ. അപ്പോൾ 30യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? ഡിവൈഡ് ചെയ്ത് നോക്കാം. 2 1 പിന്നെ മൈനസ് ചെയ്യണം. 3 2 പോയാൽ 1 10 5 2s are 10. നമുക്ക് 15 കിട്ടി. ഒരു നമ്പർ നമുക്ക് 15 കിട്ടി. അപ്പോൾ മറ്റേ നമ്പർ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? ഇക്വേഷൻ 1 ഇട്ട് കൊടുത്താൽ മതി. എക്സ് നമുക്ക് കിട്ടി 50. എക്സിൻ്റെ സ്ഥാനത്ത് 15 എഴുതുക. 15 + y സമം 26. ഏതെങ്കിലും ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ഇക്വേഷൻ 1 പുട്ടിങ് വാല്യൂ ഓഫ് എക്സ്. പുട്ടിങ് വാല്യൂ ഓഫ് എക്സ് ഓൺ 1. 15 + y ആണ് 26. അപ്പോൾ അങ്ങനെ y കണ്ടുപിടിക്കാം. ഈ 26 അങ്ങനെ തന്നെ താഴത്തെ എഴുതാം. അതിൽ നിന്ന് 15 കുറയ്ക്കാം. 26 നിന്ന് 15 പോയാൽ എത്രയാ? 26 മൈനസ് 15. 6 നിന്ന് 5 പോകും 1. 2 നിന്ന് 1 പോയി 1. 11 ആൻസർ. y നമുക്ക് 11 കിട്ടി. എക്സ് 15 കിട്ടി. ഇങ്ങനെയുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. രണ്ടും കൂട്ടിയാലും നമുക്കറിയാം 15ഉം 11ഉം കൂട്ടിയാൽ 26 ആണ്. 15 നിന്ന് 11 പോയാൽ 4 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ ശരിയാണ്. മിക്ക ഓൾജിബ്രേക്ക് ഇക്വേഷൻ നമുക്ക് ചെക്ക് ചെയ്യാനും കൂടി പറ്റും. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതാണ് എക്സാമിന്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ 3ലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ 3. ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 40 cm. പെരിമീറ്റർ പറഞ്ഞാൽ ചുറ്റളവ്. ആൻഡ് വൺ സൈഡ് ഈസ് 8 cm ലോങ്ങർ ദാൻ ദി അതർ. ഒരു സൈഡ് 8 cm കൂടുതലാണ് മറ്റേ സൈഡിനേക്കാളും. നമുക്കറിയാം റെക്റ്റാങ്കിൾ പറഞ്ഞാൽ ചതുരാണ്, അതിൽ നീളവും വീതിയുണ്ട്. അപ്പോൾ വീതിക്ക് നമുക്ക് എക്സ് ഇടാം. ലോങ്ങർ അതായത് ലെന്ത് നീളത്തിന് നമുക്ക് 8 cm കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വൺ സൈഡ് ഈസ് 8 cm ലോങ്ങർ ദാൻ ദി അതർ. അപ്പോൾ നമുക്ക് വീതിക്ക് എക്സ് ഇട്ടാൽ നീളം എങ്ങനെ ഇടാം? എക്സ് + 8. കാൽക്കുലേറ്റ് ദ ലെൻസ് ഓഫ് ദി സൈഡ്സ്. അപ്പോൾ നമുക്ക് രണ്ട് നീളവും വീതിയും നമ്മൾ കണ്ടുപിടിക്കണം. ചുറ്റളവ് തന്നിട്ടുണ്ട്. പെരിമീറ്റർ പറഞ്ഞാൽ ചുറ്റളവ്. റെക്റ്റാങ്കിൾ വരയ്ക്കാം, ചതുരം വരയ്ക്കാം. ചതുരത്തിൻ്റെ പെരിമീറ്റർ ചുറ്റളവ് 40 cm. നീളവും വീതിയും തമ്മിലുള്ള റിലേഷൻ എന്താ? വീതി എക്സ്, ലെന്ത് ലോങ്ങർ ആണ്. നീളം 8 cm കൂടുതലാണ്. അപ്പം നമുക്കതിൻ്റെ ആൻസർ നോക്കാം. ആൻസർ 3. ആദ്യം തന്നെ നമുക്ക് റെക്റ്റാങ്കിൾ അഥവാ ചതുരം വരയ്ക്കാം. ചതുരത്തിന് നീളമുണ്ട്, വീതിയുണ്ട്. വീതി കുറവാണ്, ലെന്ത് ലോങ്ങറാണ്. അപ്പം നമുക്ക് വീതിക്ക് എക്സ് കൊടുക്കാം. നീളം എങ്ങനെ കൊടുക്കണം പറഞ്ഞിട്ടുണ്ട്? 8 cm കൂടുതലാണ്. അപ്പോൾ എങ്ങനെ കൊടുക്കാം? എക്സ് + 8. ഇനി ചുറ്റളവ് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഇത് എക്സ് ആണ്, ഇത് എക്സ് + 8 ആണ്. ഓപ്പോസിറ്റ് സൈഡ് തുല്യമാണല്ലോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ എക്സ് + 8 എല്ലാം ചുറ്റി വരുന്ന അളവാണ് ചുറ്റളവ് അഥവാ പെരിമീറ്റർ. + എക്സ് + 8 സമം ചുറ്റളവ് തന്നിട്ടുണ്ട് 40 cm എന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂട്ടാം. എക്സ് പറഞ്ഞാൽ 1x, ഇവിടെ 1x, 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 ആകെ 1x, 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 1x. എത്ര എക്സ് ആയി? 4x ആയി. 4x + ഇവിടെ 8, ഇവിടെ 8, 8 8 16 ആണ്. എത്ര? 40. അപ്പം നമുക്ക് എങ്ങനെ ഈ എക്സിൽ നിന്ന് എല്ലാവരെയും മാറ്റിയെടുക്കണം. ആദ്യം നമുക്ക് 4x അറ്റാച്ച് ആയിട്ടിരിക്കുക, ഡീപ്പ് അറ്റാച്ച്മെൻ്റ് ആയിട്ടിരിക്കുക. അതിനെ ഇപ്പം മാറ്റണ്ട. ആദ്യം നമുക്ക് 16നെ മാറ്റിയെടുക്കാം. ഈ RHS 40 അല്ലേ, അത് അങ്ങനെ തന്നെ താഴത്ത് എഴുതിയിട്ട് ഈ +16നെ മാറ്റാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം?
RHSലേക്ക് വരുമ്പോൾ -16. 40 നിന്ന് 16 പോയാൽ എങ്ങനെ മൈനസ് ചെയ്യുക? 0-ൽ നിന്ന് 6 വരില്ല. അപ്പോൾ നമുക്ക് കട എടുക്കാം. 4 3 ആവും, 0 10 ആവും. 10-ൽ നിന്ന് 6 പോയാൽ 4, 3-ൽ നിന്ന് 1 പോയാൽ 2. 4x ആണ് നമുക്ക് കിട്ടിയത്. 24. 4x പറഞ്ഞാൽ എന്താ? 4 × x 24 കിട്ടി. അപ്പോൾ x മാത്രമായിട്ട് കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യണം? 24 അങ്ങനെ തന്നെ താഴത്ത് എഴുതിയിട്ട് ഇൻറ്റു മാറ്റാൻ നമുക്ക് ഡിവൈഡ് ചെയ്യണം. ഈ സൈഡിൽ വരുമ്പോൾ /4 എത്രയായി? 24 / 4 6. അപ്പോൾ നമുക്ക് x, അതായത് നീളം ആണോ വീതിയാണോ? x ആണ് വീതി. 6 കിട്ടി. ഇതും 6 കിട്ടി. x = 6 കിട്ടി. ഇനി എങ്ങനെ നീളം കണ്ടുപിടിക്കാം? x + 8. എക്സിൻ്റെ സ്ഥാനത്ത് 6 ഇടുക. 6 + 8 14. ഇവിടെ 6 + 8. എക്സിൻ്റെ സ്ഥാനത്ത് 6 ഇട്ടാൽ 6 + 8 എത്രയായി? നീളം 14. അപ്പോൾ നമുക്ക് എഴുതാം x, അതായത് ഷോർട്ടർ സൈഡ്, അല്ലെങ്കിൽ നമുക്ക് എഴുതാം ബ്രെഡ്ത്ത്. എത്രയാണ്? ബ്രെഡ്ത്ത് 6, ലെന്ത് 6 + 8, അതായത് നമുക്ക് കിട്ടി 40. 6 സെൻറ്റിമീറ്റർ, 14 സെൻറ്റിമീറ്റർ. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 6 + 14 20, 20 + 6 26, 26 + 14 40. ചുറ്റളവ് 40 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ശരിയാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ 4ലേക്ക് പോവാം.